തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് 67 വർഷം തടവ് ശിക്ഷ. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 72,000 രൂപ പിഴയും എടുക്കണം, 50,000 രൂപ ഇരയ്ക്ക് നൽകണമെന്നും കോടതിയുടെ വിധിയിലുണ്ട്. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, ഇന്ന് 2 വാർത്തകൾ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തു. രണ്ടും ഒന്ന് കാസർഗോഡ് 13-കാരിയെ സ്വന്തം പിതാവ് ലൈംഗികമായി ചൂഷണം ചെയ്ത് ഗർഭിണിയാക്കിയ കേസ്. രണ്ടാമത്തേത് ഇപ്പോൾ അല്പസമയം മുമ്പ് പാലക്കാട് നിന്നുള്ള വാർത്ത. പാലക്കാട് പോക്സോ കേസിൽ ഒരു CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി പിടിയിലാകുന്നു. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. മറുവശത്ത് ലൈംഗിക പീഡന കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷയും നൽകുന്നുണ്ട്. ഇവിടെ ഒരു മാതൃകാപരമായ ശിക്ഷയാണ്. ഈ ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ട് പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 67 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഈ കേസിലാസ്പദമായ സംഭവം എന്നായിരുന്നു? കോടതിയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ടോം, വളരെ ശക്തമായ ഒരു അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിക്ക് ഇത്രയും വലിയൊരു 67 വർഷം ശിക്ഷ വാങ്ങിച്ചു നൽകാൻ ഈ പോലീസിനും പ്രോസിക്യൂഷനുമായത്. കാരണം ഇത് ആ സമയത്ത് വളരെ കൂളികളൊക്കെ സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. കാരണം ഈ ഒരു നാടോടി ബാലികയെ, കുടുംബത്തോടൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടി ബാലികയെ ഈ പ്രതി അവിടെ നിന്നും മിഠായി നൽകി പ്രലോഭിപ്പിച്ച ശേഷം അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഒച്ചവെച്ച കുട്ടിയെ ഈ വാ അടക്കി പൊത്തുകയും തുടർന്ന് മരിച്ചു എന്ന് കരുതിയ കുട്ടിയെ ഈ ഓടയിലേക്ക് ഉപേക്ഷിച്ചു. 19 മണിക്കൂർ നീണ്ട അന്വേഷണത്തിന് ശേഷമായിരുന്നു കുട്ടിയെ കണ്ടെത്തുന്നത്. അതായത് പിതാവ് രാത്രി ഉണർന്നപ്പോൾ കുട്ടിയെ കാണാതാവുകയും തുടർന്ന് ഈ പോലീസിൽ പരാതിപ്പെടുകയും അങ്ങനെ തുടർന്ന് പോലീസിന്റെയും ഈ കുടുംബത്തിന്റെയൊക്കെ സംയോജിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. തുടർന്ന് ഈ പ്രതിയെ പിടികൂടാനുള്ള ശ്രമം വളരെ വ്യാപകമായി പോലീസ് നടത്തി. അതായത് തുടക്കത്തിൽ ഈ ഒരു ഫോൺ, ആ ഭാഗത്തൂടെ സഞ്ചരിച്ച ഫോൺ കോൾ, അതായത് ഫോണുകളെ, സിം കാർഡുകളെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരുന്നു. അത് എങ്ങും എത്താതായതിനു ശേഷമാണ് പിന്നീട് CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നതും പിന്നീട് ആ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ പ്രതിയെ കണ്ടെത്തുന്നതും തുടർന്ന് ഈ പ്രതി സമാന കേസിന് ഇതിനു മുൻപ് അറസ്റ്റിലാവുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു വരികയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു കുറ്റകൃത്യം നടത്തുന്നത്. അങ്ങനെ ഈ ഒരു സമൂഹത്തിന് തന്നെ ആപത്താണ് ഈ ഒരു പ്രതി എന്ന വസ്തുത ഈ പ്രോസിക്യൂഷനെ കോടതിയിൽ തെളിയിക്കാനായി അത്തരത്തിലാണ് ഈ പ്രതിക്ക് ഇത്രയും വലിയ വർഷം ശിക്ഷ നൽകാനും കഴിഞ്ഞത്. മാത്രമല്ല അത് അതിക്രൂരമായാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. ഈ ഒരു ലക്ഷ്യത്തോടുകൂടി, ഈ കൊല്ലണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കുട്ടിയെ ഓടയിലേക്ക് ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ആ കുറ്റവും നിലനിൽക്കും. മാത്രമല്ല അതിനുശേഷം ഈ പ്രതി ഇവിടെ നിന്നും ആലുവയിലേക്കും അവിടെ നിന്നും പഴനിയിലേക്കും കടന്നു കളഞ്ഞു. അവിടെ നിന്നും ഈ തലയടക്കം മുട്ട പഠിച്ചതിന് ശേഷം രൂപമാറ്റം വരുത്തി അതിനുശേഷമാണ് 13 ദിവസത്തിന് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്. ഈ ഒരു പ്രതിയെ പിടികൂടാനായി വേണ്ടി തിരുവനന്തപുരം, കൊല്ലം എന്നിങ്ങനെയുള്ള തെക്കൻ ജില്ലകളിലെല്ലാം പോലീസ് വല വിരിച്ചിരുന്നു. തുടർന്ന് ഈ പ്രതി സ്ഥിരമായി വരുന്ന പല ഭാഗങ്ങളിലും പോലീസ് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തുകയും അതിനുശേഷമാണ് പ്രതിയെ പിടിച്ചത്. അതുമാത്രമല്ല ഒരു വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ പ്രതിക്കെതിരെയുള്ള ശക്തമായ തെളിവുകൾ ശേഖരിച്ചും മറ്റ് ദൃക്സാക്ഷികളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഇത്രയും ശക്തമായി തെളിയിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ഈ ഒരു പ്രതി സമൂഹത്തിന് വിപത്താണ്. ഇതിന് മുൻപും ഇതേപോലെ കുട്ടികളെ ചൂഷണം, അതായത് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ട്. മാത്രമല്ല നിരവധി മോഷണ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. ഈ വസ്തുതകൾ, ഈ ഒരു ചരിത്രമെല്ലാം പ്രോസിക്യൂഷൻ കോടതിയെ കൃത്യമായി തെളിയിച്ചതിന്റെ ഭാഗമായാണ് കോടതി കനത്ത ശിക്ഷ തന്നെ ഈ ഒരു പ്രതിക്ക് നൽകിയത്. ഈ 67 വർഷം ഈ ഒരു തടവിനൊപ്പം തന്നെ പിഴത്തുകയും അടക്കേണ്ടതുണ്ട്. നിലവിൽ ഈ ഒരു പോക്സോ കോടതിയുടെ സുപ്രധാനപ്പെട്ട ഒരു വിധിയാണ്. കാരണം അന്ന് ഒരുപാട് ചർച്ച, മാധ്യമങ്ങളിലടക്കം ഒരുപാട് മാധ്യമ ചർച്ചകൾക്കടക്കം വിധേയമായ ഒരു കേസായിരുന്നു ഇത്. ആ കുട്ടി ജീവനോടെ ഏറെ ആശങ്കയോടെയാണ് ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്ത്. ആ പെൺകുട്ടിയെ കാണാതാകുന്നു. അതിനുശേഷം പെൺകുട്ടിയെ പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ കൃത്യമായ ഇടപെടലിലൂടെ കണ്ടെത്താൻ കഴിയുന്നു പ്രതിയെ. പക്ഷെ അവിടെയും പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സംസ്ഥാനത്തെമ്പാടും ഊർജിതമാക്കുകയും അതിനുശേഷമാണ് ഇയാളിലേക്ക്, ഈ പ്രതിയിലേക്ക്, കൊടും ക്രിമിനലിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താനൊക്കെ കഴിഞ്ഞത്. ഈ പ്രോസിക്യൂഷന്റെ ഒരു ആവശ്യം എന്തായിരുന്നു? നേരത്തെ സാരംഗ് സൂചിപ്പിച്ചു, ഇയാളൊരു കൊടും ക്രിമിനലാണ്, മോഷ്ടാവാണ്, സ്ഥിരം കുറ്റവാളിയാണ്. ഇത് ഈ 67 വർഷം തടവ് ശിക്ഷ, കാരണം ഇയാളിനി പുറലോകം കാണില്ല. അതുതന്നെയായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ വാദിച്ചതും. നമുക്കറിയാം മറ്റ് വകുപ്പുകൾ പോലെയല്ല പോക്സോ കേസിൽ കുറ്റം തെളിഞ്ഞാൽ വളരെ ശക്തമായ തടവ് ശിക്ഷയാണ്, അതായത് വളരെയധികം നീണ്ടു നിൽക്കുന്ന തടവ് ശിക്ഷയാണ് ലഭിക്കാറ്. കൂടുതൽ ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് പോകുന്നതിന് പകരം 100 വർഷമടക്കം ഇത്തരത്തിൽ തടവ് ശിക്ഷ ലഭിക്കാൻ തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുൻപ് ഇതിൽ പലയിടത്തും മുൻപ് കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പല വകുപ്പുകൾ ചുമത്തിയാണ് പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൊലപാതക ശ്രമം, ഈ വധശ്രമത്തിനടക്കം കേസ്, അതായത് കുട്ടിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രതി ഓടയിൽ
കടയിലേക്ക് ഉപേക്ഷിച്ചത്. അതായത് മരിച്ചു എന്ന് കരുതിയാണ് ഉപേക്ഷിക്കുന്നത്. മാത്രമല്ല ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആ കുറ്റവും നിലനിൽക്കും. അത് അത്തരത്തിൽ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് 67 വർഷം ഈ പ്രതിക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു വിധി പ്രസ്താവിച്ചത്. മാത്രമല്ല ഈ പുറംലോക കാണില്ല. കാരണം ഈ 67 വർഷത്തിനിടയ്ക്ക് ഈ ഒരു ജാമ്യമടക്കം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരിക്കും. കാരണം ഇത്തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്താണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തുന്നതടക്കം. അതുകൊണ്ട് തന്നെ 67 വർഷവും തുടർച്ചയായി ഈ ജയിലിൽ തന്നെ കഴിയേണ്ട ഒരു അവസ്ഥ വരും. ജീവിതകാലം മുഴുവൻ ഈ ഒരു തടവ് ശിക്ഷ. അതായത് സമൂഹത്തിൽ മറ്റൊരു പെൺകുട്ടിക്ക്, അതായത് ചെറിയൊരു കുട്ടി, 2 വയസ്സുള്ള ഒരു കുട്ടിയാണ്, അങ്ങനത്തെ ഒരു കുട്ടിക്ക് പോലും ഇത്തരത്തിലൊരു അപകടം, ഇത്തരത്തിലൊരു ചൂഷണത്തിന് ഇരയാവരുത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കോടതി ഇത്രയും കടുത്ത ശിക്ഷ ഇയാൾക്ക് നൽകിയത്. ഇതൊരു പ്രോസിക്യൂഷന്റെയും ഒപ്പം തന്നെ പോലീസ് അന്വേഷണ സംഘത്തിന്റെയും വളരെ വിജയമായി തന്നെ കണക്കാക്കണം. കാരണം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അതായത് ഇയാളുടെ അടിവസ്ത്രത്തിൽ നിന്നും കണ്ടെടുത്ത പല തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ അത് കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം അത് കൃത്യമായി കോടതിയെ ധരിപ്പിക്കാനും മാത്രമല്ല ഇതിൽ മറ്റ് തെളിവുകളെല്ലാം ഇത്തരത്തിൽ സ്വരൂപിക്കാനും 13 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാനുമുള്ള പോലീസിന്റെ ഒരു ശ്രമകരമായ ഒരു ദൌത്യത്തിനു കൂടിയാണ് ഇന്ന് ഫലമുണ്ടായിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. എന്തായാലും മാതൃകാപരമായ ശിക്ഷയാണ് ഈ പ്രതിക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറെ പ്രമാദമായ, കേരളമേറെ ചർച്ച ചെയ്ത കേസായിരുന്നു. ചാക്കയിലെ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസ്. ഈ സംഭവത്തിൽ, അതായത് സംഭവം നടന്ന് ഈ പ്രമാദമായ കേസ് നടന്ന് ഉടനടി തന്നെ പ്രതിക്ക് ശിക്ഷ നേടിക്കൊടുക്കാൻ കഴിഞ്ഞത് അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷൻ്റെയും നേട്ടമായി തന്നെ കാണും.